ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ എൻ സൗഖ്യമായി. ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 31 സങ്കീർത്തനം 19 വാക്യം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാകുന്നു. ദൈവത്തിൻ്റെ നന്മയുടെ സമൃദ്ധിയെക്കുറിച്ചുള്ള ആഴമായ അനുഭവം ഈ വാക്യത്തിൽ പ്രകടമാകുന്നു. ദൈവം തന്നെ ഭയപ്പെടുകയും തന്നിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നവർക്കായി വലിയ അനുഗ്രഹങ്ങൾ സംഭരിച്ചു വച്ചിട്ടുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിലൂടെ വെളിവാക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ മറച്ചു വയ്ക്കപ്പെടുന്നില്ല, മറിച്ച് എല്ലാവർക്കും കാണുന്നതിനായി പരസ്യമായി നൽകപ്പെടുന്നു. ദൈവത്തിൻ്റെ ദയ തൻ്റെ ജനത്തിനായി കരുതി വച്ചിരിക്കുന്ന ഒരു നിധിയാണെന്നും സമൃദ്ധമായ ക്ഷേമത്തിൻ്റെ വാഗ്ദാനമാണെന്നും ഈ വാക്യം എടുത്ത് കാണിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ നഷ്ടപ്പെടുത്തി കളയാതെ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് ഭക്തിയും ആദരവും ഉള്ളവരായി ഈ നാളുകളിൽ നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ പ്രാപിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.